രസതന്ത്രം എന്നുള്ള സിനിമ പല കാരണം കൊണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം മോഹൻലാൽ എന്നുള്ള നടൻ പിൻഗാമി എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഒരു 12 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ സിനിമയിൽ അഭിനയിക്കുകയാണ്. ഞാനോ ലാലോ അറിഞ്ഞിട്ടില്ല ഒരു 12 കൊല്ലം കടന്നുപോയത്. പിൻഗാമി എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ കുറേ പടങ്ങൾ ചെയ്തു, ലാലും വേറെ കുറേ പടങ്ങൾ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ അടുത്ത് ഇന്നസെൻ്റാണ് ചോദിക്കുന്നത്, എന്താണ് സത്യൻ്റെ സിനിമയിൽ ലാലിനെ കാണാത്തത്? അപ്പോൾ ഈ 12 കൊല്ലം ഞങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനും ഓർത്തിട്ടില്ല, ലാലും ഓർത്തിട്ടില്ല. ഉടനെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ലാലാണ് അതിൽ സ്വാഭാവികമായിട്ടും അതിൽ നായകൻ ലാലാണ്, ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം. ഞാൻ ഒരു കമ്മിറ്റ് ചെയ്തു അടുത്തൊരു വിഷുവിനൊക്കെ റിലീസ് ചെയ്യാവുന്ന വിധത്തിൽ. അപ്പോൾ മോഹൻലാൽ വീണ്ടും എൻ്റെ കൂടെ വരുന്നു. പക്ഷേ അപ്പോൾ വലിയൊരു ധർമ്മസങ്കടം വന്നത് എല്ലാ എഴുത്തുകാരും തിരക്കിലായി. ശ്രീനിവാസൻ വേറെ ഏതോ സിനിമയുടെ ജോലികളാണ്, ലോഹിദാസ് വേറെ ഏതോ സിനിമകളുടെ സ്വന്തം സിനിമയുടെ ജോലിയിലാണ്. രഘുനാഥ് പലേരിനെ ഞാൻ പല രീതിയിൽ കോൺടാക്ട് ചെയ്ത് നോക്കി, പുള്ളിയും വഴുതി മാറി, പുള്ളിക്കും വേറെ എന്തൊക്കെയോ നോവൽ എന്തോ എഴുതാനുണ്ട്. രഞ്ജൻ പ്രമോദിൻ്റെ അടുത്ത് ചോദിച്ചു, രഞ്ജൻ പ്രമോദ് താപ്പാന എന്നുള്ള പേരിൽ പിന്നീട് പുള്ളി നരൻ ആക്കി മാറ്റി ആ കഥ എഴുതുകയാണ്. എനിക്ക് എഴുത്തുകാരില്ലാത്തൊരവസ്ഥ വന്നു. ഒരുപാട് ആളുകളെ ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു എഴുത്തുകാരില്ലെങ്കിലും എനിക്ക് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ എഴുതിയ സിനിമയാണ് രസതന്ത്രം എന്നുള്ള സിനിമ. അതിൽ ഏറ്റവും വലിയൊരു കൗതുകം, അതിൽ മീര ജാസ്മിൻ ഒരു 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 ചെറിയ 10-12 സീന് ഒരു ആൺകുട്ടിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതൊരു അഭിനയമാണ്, അതൊരു തികച്ചും കമേഴ്ഷ്യലായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് അതിലൊരു കൗതുകമായിരുന്നു. പിന്നെ മോഹൻലാലും മീര ജാസ്മിനും ഒന്നിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ എന്നുള്ള അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അഴകപ്പനാണ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത്. അപ്പം അതിലെ പാട്ടുകൾക്കും നല്ല പ്രാധാന്യമുണ്ട്. കാര്യം ഒന്ന്, ഗോപിച്ചേട്ടനാണ് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, മോഹൻലാലിൻ്റെ അച്ഛനായിട്ട്. ഗോപിച്ചേട്ടനും മോഹൻലാലും മീര ജാസ്മിനും 3 നാഷണൽ അവാർഡ് കിട്ടിയ ആളുകളുടെ സംഗമമുള്ള പാട്ടുണ്ട്, പൂ കുങ്കുമപ്പൂ എന്നുള്ള പാട്ട്. ലാല് ഗോപിച്ചേട്ടനായിട്ടുള്ള ഒരു അച്ഛൻ മകൻ സൗഹൃദം, അത് വളരെ ഭംഗിയായിട്ട് ഗിരീഷ് എഴുതുകയും രാജ് സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ദാസേട്ടൻ വളരെ നന്നായി പാടിയ ഒരു പാട്ടാണ് പൂ കുങ്കുമപ്പൂ. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളിൽ കുട്ടികളായി മുട്ടുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപ്പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.